മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകുന്നതാണ് ബജറ്റ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ ബജറ്റ് അവതരണം നടത്തി. കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, വിപണനം, എല്ലാവർക്കും നീന്തൽ പരിശീലനം ലഭ്യമാക്കുക, ഭിന്നശേഷി കുട്ടികൾക്ക് കൈത്താനായി നഴ്സറി റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുക എന്നിവ മുഖ്യ ലക്ഷ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. 54,32,28,644 രൂപ വരവും 53,99,10,000 രൂപ ചെലവും 33,18,644 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ ബാബു, കെ എ ഹസ്ഫൽ, കെ കെ വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുനൻ, നവമി പ്രസാദ്, കെ എ കരീം, ശോഭന ശശിധരൻ, ആർ കെ ബേബി, വി എസ് ജിനേഷ്, ബി ഡി ഒ കെ മധുരാജ് എന്നിവരും നിർവഹണ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു.